എട്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കം. അപ്പോൾ പാർക്ക് അവന്റെ ഇഷ്ടം ഹുൻജിനോട് പറഞ്ഞെടുത്ത് വെച്ചാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. അതേസമയം ടേഹുങ് കേക്കെല്ലാം വാങ്ങി വൂജിന്റെ തലയിൽ തൊപ്പിയെല്ലാം വെച്ച് അവളുടെ വിജയം ആഘോഷിക്കാനായി ഇരിക്കുവാണ്. പക്ഷേ അവള് ഇതുവരെയും വന്നിട്ടില്ല. കൊച്ചിനാണെ ഉറക്കവും വരുന്നുണ്ട്. അവൻ അവളെ വിളിച്ചിട്ട് നീ എവിടെയാ, എന്താ താമസിക്കുന്നതെന്നും ചോദിക്കുമ്പോൾ ഞാൻ പുറത്ത് ഡിന്നർ കഴിക്കാൻ വന്നതാന്ന് അവൾ പറയും. ആരുടെ കൂടെയാ, പാർക്കിന്റെ കൂടെയാണോ? അപ്പോൾ അതേന്നായിരിക്കും അവളുടെ മറുപടി. ഞാൻ വെറുതെ എക്സൈറ്റഡ് ആയി എന്ന് പറഞ്ഞ് അവൻ കൊച്ചിൻ്റെ തലയിൽ നിന്ന് തൊപ്പിയെടുത്ത് മാറ്റും. ഇപ്പോൾ ഇവിടെ പാർക്ക് അവളോട് ഞാൻ പെട്ടെന്നൊരു മറുപടി പറയണമെന്നല്ല പറയുന്നത്, നമുക്കിനി പ്രസൻറ്റേഷനും വരുന്നുണ്ട്, സമയമെടുത്ത് പറഞ്ഞാൽ മതി. നിനക്ക് പിന്നെയും കൺഫ്യൂഷൻ ആണെങ്കിൽ നമുക്കൊരു 3 ഡേറ്റ് പോവാം, എന്നിട്ട് തീരുമാനിച്ചാൽ മതി. അത് കേൾക്കുമ്പോൾ അവളും അത് സമ്മതിക്കും. അങ്ങനെ അവൾ വീട്ടിൽ തിരിച്ചെത്തി. പക്ഷേ അവിടെ ആരെയും കാണില്ല. അവൾ പോയി റൂം തുറന്ന് നോക്കുമ്പോൾ ടെഹും കൊച്ചും കൂടെ നേരത്തെ ഉറങ്ങിയിട്ടുണ്ടാവും. പിറ്റേ ദിവസം ഹുൻജിൻ അവളുടെ ഫ്രണ്ടിനോട് പാർക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുവാണ്. അവളാണെങ്കിൽ അത് കേട്ടിട്ട് ഓ നീ ശരിക്കും ലക്കിയ, രണ്ടുപേരല്ലേ ഒരേ സമയം അവരുടെ ലവ് നിന്നോട് കൺഫ്യസ് ചെയ്തത്, ഇതിപ്പോൾ നിന്റെ ടൈമാ. അവളപ്പോൾ എനിക്ക് പാർക്കിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എന്തോ പോലെയാ, അവൻ കൂടുതൽ പെർഫെക്റ്റാ. പക്ഷേ നിന്റെ ഹൗസ്മേറ്റിൻ്റെ കൂടെ നിനക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ ആ അവനെ പാർക്കുമായിട്ട് കമ്പയർ ചെയ്യല്ലേ, എൻ്റെ ഏറ്റവും മോശം അവസ്ഥ കണ്ടിട്ടുള്ള ഒരാളാണ് ടേഹുങ്, അതുകൊണ്ട് അവൻ്റെ കൂടെ എനിക്ക് ജെന്യൂൻ ആയിട്ടിരിക്കാൻ കഴിയും. ഓ പക്ഷെ പാർക്കിൻ്റെ കൂടെ നിനക്ക് അങ്ങനെ ആവാൻ കഴിയുന്നില്ല അല്ലേ? ആ എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് അവൾ പറയും. ഇപ്പോൾ അവൾ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഇന്നലെ ഞാൻ വന്നപ്പോൾ നീ കൊച്ചിനെയും കൊണ്ട് ഉറങ്ങിപ്പോയല്ലോ എന്ന് ടേഹുങ്ങിനോട് ചോദിക്കും. അവനാണെ കലിപ്പിട്ടിട്ട് അതിന് നീ എപ്പോഴാണ് വീട്ടിൽ വന്നേ, രാത്രി നല്ല ഫണ്ണായിരുന്നിരിക്കുമല്ലോ. അവൾ എഴുന്നേറ്റ് വന്ന് നീ എന്നെ വെയിറ്റ് ചെയ്തൊന്നും ഇല്ലല്ലോ അല്ലേ? അവൻ കഴിക്കാനുള്ള ന്യൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ട് അത് കുഴപ്പമില്ല, നീ നേരത്തെ വരുന്നത് പറഞ്ഞില്ലായിരുന്നല്ലോ, നിനക്ക് കിംചി വേണ്ടതെന്ന് ചോദിച്ച് അവൾ ഫ്രിഡ്ജ് തുറക്കുമ്പോഴാണ് അതിനുള്ളിൽ ഒരു കേക്ക് ഇരിക്കുന്നത് കാണുന്നത്. കേക്കോ, ഇതാർക്ക് വേണ്ടിയാ? നിനക്ക് വേണ്ടിയാണെന്ന് അവൻ പറയും. എനിക്കും എന്ന് പറഞ്ഞ് അവളത് എടുത്തുകൊണ്ട് വരും. അതെന്താ, എൻ്റെ ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ, എൻ്റെ പ്രസന്റേഷൻ ഇന്നലെ അടിപൊളിയായിരുന്നു എന്നല്ലേ പറഞ്ഞത്, നീ രാത്രി മുഴുവൻ ഉറക്കൊളച്ചിരുന്ന് കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് നീ അത് ജയിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഒരു പാർട്ടി നടത്താമെന്ന് ഞാൻ വിചാരിച്ചു. ഓ നീ എനിക്കൊരു സർപ്രൈസ് പാർട്ടി പ്രിപ്പയർ ചെയ്തതാണോ? എന്നോട് നേരത്തെ പറയാൻ എന്താ, ഞാൻ നേരെ വീട്ടിൽ വരുമായിരുന്നല്ലോ. അവൾ അത് കഴിച്ചിട്ട് ചോക്ലേറ്റ് കേക്ക് എൻ്റെ ഫേവറേറ്റ് ആണെന്ന് പറയും. അവൻ ന്യൂഡിൽസ് കഴിക്കുന്നത് കാണുമ്പോൾ അവൾക്കും അത് വേണം. എനിക്ക് ഒരു ബൈറ്റ് തരുമെന്ന് ചോദിച്ച് അവളത് മേടിക്കും. ഒരൊറ്റ ബൈറ്റ് എന്ന് പറഞ്ഞ് അവൻ കൊടുക്കുമെങ്കിലും അവളത് മുഴുവൻ കാലിയാക്കും. അങ്ങനെ പിറ്റേ ദിവസം ടെഹുങ് വൂജിനെ കൂട്ടാൻ വേണ്ടി അടുത്ത വീട്ടിൽ പോയി ബെല്ലടിക്കുമ്പോൾ വാതിൽ തുറക്കുന്നത് അവൻ്റെ അച്ഛനായിരിക്കും. അമ്മച്ചി ഉള്ളിൽ നിന്ന് അവനോട് ഇയാളും എൻ്റെ കൂടെ കൊച്ചിനെ നോക്കാൻ ഉണ്ടായിരുന്നു, നീ അകത്തേക്ക് വന്ന് പറയും. അവൻ നോക്കുമ്പോൾ കൊച്ച് അപ്പൂപ്പനുമായിട്ട് നല്ല കമ്പനിയാണ്. അവൻ ചെന്ന് ബാഗ് എടുത്ത് കൊച്ചിനെ എടുത്ത് പോകാൻ ഒരുങ്ങുമ്പോൾ അയാൾ കൊച്ചിന് വേണ്ടി ജ്യൂസൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടാവും. അത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് വൂജിന് കൊടുക്കണം, അവൻ്റെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണെന്ന് പറയും. അവരിപ്പോൾ വീട്ടിലെത്തി. കൊച്ച് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വൂജുവിനെ വിളിച്ച് നിനക്ക് മുത്തശ്ശനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. കൊച്ചാണെ ആ എന്ന് പറയും. അപ്പോൾ പുറത്ത് ആരോ വന്ന് ബെല്ലടിക്കുന്നത് കേൾക്കും. ഇതേസമയം ഹുൻജിൻ വീട്ടിലേക്ക് വരുമ്പോൾ ടെഹുങ് അവളെ വിളിച്ച് നീ എവിടെയാ, വേഗം വീട്ടിൽ വരണമെന്ന് പറയും. അവൾ വീട്ടിലെത്തി വാതിൽ തുറക്കുമ്പോൾ അവിടെ വേറൊരാൾ കൂടി ഉണ്ടാവും. അതാരാണെന്ന് ചോദിക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നായിരിക്കും. ചേട്ടനും ചേച്ചിയും മരിച്ചു പോയതിനുള്ള ഇൻഷുറൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ കാര്യങ്ങൾ സംസാരിക്കാൻ വന്ന ആളാണത്. അവരതിനെപ്പറ്റി പറയും. നഷ്ടപരിഹാരമായി 100 മില്യണിലധികം വോൺ കിട്ടാനുണ്ട്. അങ്ങനെ അവർ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കും. പക്ഷേ ചേച്ചിയുടെ ഓർമ്മ വരുമ്പോൾ അവൾക്ക് ഒരുപാട് വിഷമാവും. അങ്ങനെ ഇപ്പോൾ അവർ പോയതിനു ശേഷം 3 പേരും സൈലൻ്റ് ആയിരിക്കുവാണ്. അവൻ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അവൾ വേഗം ഞാൻ വൂജുവിന് ഡയപ്പർ വാങ്ങി വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. പക്ഷേ അവൻ നോക്കുമ്പോൾ അവളുടെ ബാഗ് അവിടെ തന്നെ ഉണ്ടാകും. അവൾ പുറത്തു വന്ന് ചേച്ചിയും അവളും കൂടെ നിൽക്കുന്ന ഫോട്ടോ നോക്കി കരയുവാണ്. ഇപ്പോൾ ടെഹുങ് അവളുടെ പിന്നാലെ വന്ന് അവളുടെ അടുത്തിരിക്കും. നീ ബാഗില്ലാതെ വന്നപ്പോഴേ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു, നീ ഓക്കെ അല്ലെന്ന് എനിക്കറിയാമെന്ന് അവൻ പറയും. അവളുടെ വിഷമം കരഞ്ഞു തീർക്കും. അവൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കും. ഇപ്പോൾ കമ്പനിയിൽ മാനേജ്മെൻറ്റ് ടീം സംസാരിക്കുവാണ്. അവരുടെ പ്രൊജക്റ്റ് സക്സസ് ആയിട്ടുണ്ട്, അതിൻ്റെ സന്തോഷത്തിലാണവർ. അവർ പാർക്കിനെ കൺഗ്രാജുലേറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ആ ടെമ്പററി ആയിട്ടുള്ള പെണ്ണിനെ പെർമനൻ്റ് ആക്കണ്ടെന്നും അവർ ചോദിക്കും. പ്രൊജക്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഡേറ്റിന് പോകാമെന്ന് പാർക്ക് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഹുൻജിനും പാർക്കും കൂടെ ദൂരെ എവിടെയോ യാത്ര പോവാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അവരെത്തും. അവർ സൈക്ലിംഗ് നടത്തും, ഒരുപാട് സംസാരിക്കും, പണ്ടത്തെ പോലെ പൂക്കൾക്കിടയിലൂടെ നടക്കും. അങ്ങനെ അവർ കുറേ എൻജോയ് ചെയ്യും. പാർക്ക് അവൾക്ക് വേണ്ടി ഫുഡും റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവൾ അതെല്ലാം കഴിച്ചു നോക്കിയിട്ട് അടിപൊളിയാണെന്ന് പറയും.
ഇപ്പോൾ അടുത്ത സീനിൽ ഫ്രണ്ട് അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഹുൻജിൻ നിനക്കത് ചെയ്യാൻ കഴിയുന്ന എനിക്ക് അറിയായിരുന്നു, ഞാൻ നിന്നെ ഓർത്ത് വളരെ പ്രൗഡാണെന്ന് പറയും. അവൾ ഇതെന്താ സംഭവം എന്ന് ഓർത്ത് നിൽക്കുമ്പോൾ നിനക്ക് പെർമനൻറ്റ് പൊസിഷൻ കിട്ടാൻ പോവാണെന്ന് ഫ്രണ്ട് പറയും. HR ഒരാൾ പറയുന്നത് ഞാൻ കേട്ടതാ, 100% ഉറപ്പാ. ഹുൻജിൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്, അതുകൊണ്ട് അവളും ഹാപ്പിയായി. ഇപ്പോൾ ഫോട്ടോഗ്രാഫി ടീമും പാർക്കിൻ്റെ ടീമും തമ്മിൽ ഒരു മീറ്റിംഗ് നടക്കുവാണ്. അവർ കാര്യങ്ങളെല്ലാം സംസാരിക്കും. അതിനുശേഷം തിരിച്ചു പോകുമ്പോൾ ഫ്രണ്ട് ഹുൻജിനോട് നമുക്കൊരു പാർട്ടി നടത്താമെന്ന് പറയും. പക്ഷേ അവളാണെങ്കിൽ എനിക്ക് വേഗം പോയി ഊജുവിനെ കൂട്ടിക്കൊണ്ട് വരാനുള്ളതാണെന്ന് പറയുമ്പോൾ പുറകിൽ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ടേഹുങ് നീ പൊയ്ക്കോ എന്ന് പറയും. ഓ, നീ ഇപ്പോഴും ഇവിടെ ഉണ്ടോയെന്ന് ഹുൻജിൻ അവനെ കണ്ടിട്ട് ചോദിക്കും. ഫ്രണ്ട് അവനെയും പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വിളിക്കും. എന്താ ആഘോഷം എന്ന് ചോദിക്കുമ്പോഴാണ് നിനക്കറിയില്ലേ ഹുൻജിന് പെർമനന്റ് പൊസിഷൻ കിട്ടാൻ പോവാ. അത് കേട്ട് അവനും ഹാപ്പിയായി അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യും. അവരുടെ ഫ്രണ്ടും കൂടെയുണ്ട്. അങ്ങനെ അവരെല്ലാം കൂടെ പുറത്ത് പാർട്ടി നടത്താൻ തീരുമാനിക്കും. ഇതേസമയം അമ്മച്ചിയുടെ വീട്ടിൽ അയൽക്കാരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആഘോഷമാണ്. ഫുഡെല്ലാം റെഡിയാക്കി ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. നമ്മുടെ വൂജുവും അപ്പൂപ്പനും ആ കൂടെയുണ്ട്. അപ്പം തന്നെ ഇവർ നാലും കൂടി ഇരുന്ന് ബിയർ കുടിച്ച് ആഘോഷിക്കുകയാണ്. നിന്നെ എടുത്തില്ലായിരുന്നെങ്കിൽ കമ്പനിക്കായിരുന്നു നഷ്ടം എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ ഒരുപാട് പൊക്കും. അല്ല, നീ ആരാണെന്ന് ടേഹുങ്ങിൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് ഇവള് ചോദിക്കും. ഓ, ഞാൻ ടെഹുങ്ങിൻ്റെ സോൾമേറ്റ് ആണെന്ന് അവൻ പറയും. എങ്കിൽ ഞാൻ ഹുൻജിൻ്റെ സോൾമേറ്റ് ആണെന്ന് അവളും പറയും. അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെടുന്നുണ്ട്. ഒരു ലവ് സിഗ്നൽ പാസ് ചെയ്തോന്ന് സംശയമില്ലാതില്ല. അങ്ങനെ അവർ തിരിച്ചു പോകുമ്പോൾ ടേഹുങ്ങിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരും. അത് കേട്ടിട്ട് അവൻ വേഗം ഊജു നമുക്ക് വേഗം പോകണമെന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് ഓടും. ഈ സമയം വീട്ടിൽ വൂജുവിൻ്റെ കൈയെല്ലാം ചുമന്ന് തടിച്ചിരിക്കുവാണ്. നീ ഓക്കെ ആണോ വൂജു, എന്ത് പറ്റിയെന്ന് അവരെല്ലാം കൊച്ചിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പൂപ്പൻ വന്ന് കൊച്ചിനെ എടുത്തിട്ട് ഇവൻ സ്ട്രോബെറി കഴിച്ചോന്ന് ചോദിക്കും. അവിടെ ഫുഡിൻ്റെ കൂടെ സ്ട്രോബെറിയും ഉണ്ടായിരുന്നു. അവരപ്പോൾ കഴിച്ചില്ല, ഒന്നെടുത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനത് എടുത്തു മാറ്റിയെന്ന് പറയും. അവനെന്താ സ്ട്രോബെറിക്ക് അലർജിയാണോ? ആവാൻ സാധ്യതയുണ്ട്. എൻ്റെ മൂത്ത മകനും സ്ട്രോബെറിക്ക് അലർജി ആയിരുന്നു. കഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമുക്ക് വേഗം ഇവനെ കുളിപ്പിക്കാമെന്ന് അയാൾ പറയും. ഇപ്പോൾ ടേഹുങ്ങും ഹുൻജിനും കൂടെ ടെൻഷൻ അടിച്ച് ഓടി വരുവാണ്. അവർ വീട്ടിലെത്തുമ്പോൾ ഊജു നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ച് അവിടെ ഇരിപ്പുണ്ടാവും. ഊജുവിന് സ്ട്രോബെറിക്ക് അലർജി ആണെന്ന് അവർ ഹുൻജിനോട് ചോദിക്കുമ്പോൾ അവൾക്കാണെങ്കിൽ അതത്ര പിടിയൊന്നുമില്ല. കുഴപ്പമില്ല, അവൻ്റെ ഗ്രാൻഡ് പാ അവനെ നന്നായി നോക്കി, അവനിപ്പോൾ ഓക്കെയാണ്, പേടിക്കേണ്ടെന്ന് അമ്മച്ചി പറയും. ടേഹുങ് വേഗം ചെന്ന് കൊച്ചിനെ എടുക്കും. ഇപ്പോൾ വീട്ടിൽ കൊച്ചു കിടന്ന് നല്ല ഉറക്കമാണ്. അവർ രണ്ടും അവൻ്റെ അടുത്തിരിപ്പുണ്ട്. അപ്പൂപ്പനും പുറയിലുണ്ട്. അയാൾ ഞാൻ പോവാണെന്ന് പറയും. അവൾ എഴുന്നേറ്റ് അയാൾക്ക് താങ്ക് യു പറയുന്നുണ്ട്. ടേഹുങ് ഒന്നും മിണ്ടില്ലെങ്കിലും അവനും അയാളോട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നില്ല. പിന്നെ അയാൾ പോയതിനു ശേഷം ടേഹുങ് നോക്കുമ്പോൾ ഒരു പേഴ്സ് അവിടെ വീണ് കിടക്കുന്നത് കാണാം. അത് തുറക്കുമ്പോൾ അതിൽ അവനും അച്ഛനും ചേട്ടനും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. അച്ഛൻ്റെ പേഴ്സ് ആയിരിക്കും അത്. അവനിപ്പോൾ ഓടിപ്പോയി അയാൾക്കത് കൊണ്ടു കൊടുക്കും. നിങ്ങളിത് മറന്നു പോയെന്ന് പറയും. ആ ഫോട്ടോ എന്താ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉള്ളതെന്ന് അവൻ ചോദിക്കുമ്പോൾ അയാൾ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഈ ഫോട്ടോ കണ്ടാൽ എനിക്കെൻ്റെ ഊർജ്ജം തിരിച്ചു കിട്ടുമെന്ന് പറയും. നിങ്ങളിപ്പോൾ എവിടെ താമസിക്കുന്നതെന്നും അവൻ അന്വേഷിക്കും. അവിടെ ദൂരെ ഒരിടത്ത് ചെറിയൊരു റൂമിലാണെന്ന് അയാൾ പറയും. ഇപ്പോൾ ഹുൻജിൻ വൂജുവായിട്ട് ഹോസ്പിറ്റലിൽ വന്ന് ചെക്ക് ചെയ്യുവാണ്. ഡോക്ടർ പരിശോധിച്ചിട്ട് പെട്ടെന്ന് ആക്ട് ചെയ്തുകൊണ്ട് ഇവന് കുഴപ്പമൊന്നുമില്ല, അലർജിയുടെ റിസൾട്ട് വന്നു, ആകെ സ്ട്രോബെറിക്ക് മാത്രമേ അലർജി ആയിട്ടുള്ളൂ, പേടിക്കൊന്നും വേണ്ടെന്ന് പറയും. അവളങ്ങനെ കൊച്ചുമായിട്ട് തിരിച്ചു വരുവാണ്. വരുന്ന വഴി അപ്പൂപ്പനും അവരെ കാത്ത് നിൽപ്പുണ്ടാവും. നീ ഗ്രാൻഡ് പേ മിസ് ചെയ്തോന്ന് അയാൾ ചോദിക്കുമ്പോൾ ഊജു കൈ പൊക്കി ചാടി ആന്ന് പറയും. അവളാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വേണ്ടത് ചെയ്തുകൊണ്ട് ഇവന് ഒരു കുഴപ്പമില്ല, ഇവൻ ഓക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞു, താങ്ക് യു. അയാളപ്പോൾ നീ എന്നോടൊരു സ്ട്രേഞ്ചറെ പോലെ താങ്ക് യു പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ചെയ്യേണ്ടത് എൻ്റെ കടമയല്ലേ. പിന്നെ ഞാൻ ലേറ്റ് ആണെന്ന് അറിയാം, എങ്കിലും എനിക്ക് ടേഹുങ്ങിന് നല്ലൊരു അച്ഛനാകണമെന്നുണ്ട്. ഹുൻജൻ നീ എന്നെ ഒന്ന് സഹായിക്കുമെന്ന് അയാൾ ചോദിക്കും. ഇപ്പോൾ അവൾ കൊച്ചുമായിട്ട് വീട്ടിലെത്തും. ടേഹുങ് കാര്യമെല്ലാം അന്വേഷിക്കും. എന്നിട്ട് അവൾ അവനോട് നിൻ്റെ അച്ഛൻ നമുക്ക് വേണ്ടി ഒരുപാട് ഉപകാരം ചെയ്തു തന്നില്ലേ, പുള്ളിയെ വിളിച്ച് വൈകുന്നേരം നമുക്കൊരു ഡിന്നർ കൊടുത്താലോ എന്ന് ചോദിക്കും. പിന്നെ ബോജുവിനും ഗ്രാൻഡ് പേ ഒരുപാട് ഇഷ്ടമാണ്. അവനപ്പോൾ ഒന്നും മിണ്ടാതിരിക്കും. അവളത് കണ്ടിട്ട് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പുറത്ത് വെച്ച് പുള്ളിയെ കണ്ടോളാം എന്ന് പറയുമ്പോൾ അല്ല, ഞാനും നിങ്ങളുടെ കൂടെ കൂടാന്ന് അവൻ സമ്മതിക്കും. അങ്ങനെ വൈകുന്നേരം ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി അവർ അയാളെ ട്രീറ്റ് ചെയ്യും. ടേഹുങ് മാത്രം ഒന്നും സംസാരിക്കില്ല. പക്ഷേ അയാൾ അവന് ഫുഡെല്ലാം എടുത്തു കൊടുക്കും. അങ്ങനെ അതിനിടയ്ക്ക് വൂജുവിൻ്റെ ഡയപ്പർ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ മനഃപൂർവ്വം അവർ തമ്മിൽ സംസാരിക്കാൻ അവസരം ഉണ്ടാക്കാൻ വേണ്ടി കൊച്ചിനെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ നിവൃത്തിയില്ലാതെ ടേഹുങ്ങിനവിടെ ഇരിക്കേണ്ടി വരും. അവനിപ്പോൾ അയാളോട് എനിക്ക് അറിയണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്തിനാ ഞങ്ങളെ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയതെന്ന് ചോദിക്കും. അയാളാണെങ്കിൽ
ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ ശ്രമിച്ചിരുന്നു. നിങ്ങളെ ഞാൻ എത്രത്തോളം മിസ് ചെയ്തു എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്കും നിങ്ങൾ പോയിരുന്നെന്നെല്ലാം പറയും. എന്നെപ്പോലെ ഒരു കഴിവുകെട്ട അച്ഛനെ അവന് വേണ്ടെന്ന് ഊജിൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്കൊരു ശല്യം ആവണ്ടെന്ന് കരുതി ഞാൻ വരാതിരുന്നതാണ്. ഇതെല്ലാം കേട്ടിട്ട് ടേഹുങ്ങും വിഷമിക്കും. എനിക്ക് നിന്നെ എപ്പോഴും കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് കൂടി അയാൾ പറയും. ഊജുവിനെ എൻ്റെ കയ്യിലേൽപ്പിച്ചിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോ, നമ്മളൊരു ഫാമിലി അല്ലേ. ഇതും കൂടെ ആയപ്പോൾ അവൻ വീടിൻ്റെ പാസ്വേഡ് അയാൾക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് വേണ്ടപ്പോൾ ഊജുവിന് വന്ന് കണ്ടോളാനും പറയും. അയാളും ഹാപ്പിയാവും. അടുത്ത സീനിൽ നമ്മുടെ അയൽക്കാരൻ ചേട്ടൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പോലീസുകാരെ കാണും. അപ്പോൾ അയാൾ അവരോട് ഞങ്ങളുടെ അടുത്ത് വന്നുകൊണ്ടിരുന്ന ആ ആളുടെ കാര്യം എന്താ എന്ന് ചോദിക്കും. അതിൻ്റെ കേസ് ഓൾറെഡി നടക്കുമല്ലേ, ഞങ്ങൾ അയാളുടെ വീട്ടിൽ പോയി കട്ട സാധനമെല്ലാം കണ്ടെത്തിയെന്ന് പോലീസുകാർ പറയും. പക്ഷേ അയാൾ 206 നമ്പർ വീട്ടിൽ മാത്രം കയറിയിട്ടില്ലെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഹുഞ്ചിൻ്റെ വീടാണ്. ചേട്ടനപ്പോൾ അതിൻ്റെ ഡോർ ഓപ്പൺ ആയി കിടക്കുമായിരുന്നല്ലോ. അതെ, അതൊരു ക്ലിയർ പ്രൂഫാണ്. പക്ഷേ അയാളെ വീട്ടിൽ കയറിയിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാളല്ല അതിൽ കയറിയതെങ്കിൽ പിന്നെ ടേഹുങ്ങിൻ്റെ അച്ഛൻ എങ്ങനെയാ അയാളെപ്പറ്റി പോലീസിന് പറഞ്ഞു കൊടുത്തുവെന്ന് ചേട്ടൻ ഓർക്കും. ഇപ്പോൾ ഹുൻജിൻ ഇൻഷുറൻസ് കമ്പനിയിൽ പോയിരിക്കുകയാണ്. അവിടുത്തെ ആൾ വന്നിട്ട് പോളിസിയുടെ പുതിയൊരു കോപ്പി അവൾക്ക് കൊടുക്കും. ചേച്ചി ഇത് വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാ, പക്ഷെ ഇപ്പം നോക്കിയിട്ട് വീട്ടിലൊന്നും അത് കാണുന്നില്ല എന്ന് അവൾ പറയും. അവരപ്പോൾ കുഴപ്പമില്ല, നിന്റെ ID സ്റ്റാമ്പ് പ്രിപ്പയർ ചെയ്ത് വെക്ക്, എല്ലാം ആയി കഴിയുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറയും. നീ മറ്റേ ഗാർഡിയനോട് പറഞ്ഞോന്ന് അവർ ചോദിക്കും. അയാൾ വലിയ ക്യൂരിയസ് ആണെന്ന് തോന്നുന്നു. അവളപ്പോൾ അന്തം വിട്ട് മറ്റേ ഗാർഡിയനോ? പിന്നെ തിരിച്ചു പോകുമ്പോഴാണ് അവർ പറഞ്ഞ കാര്യം അവൾ ഓർക്കുന്നത്. ഞാൻ കഴിഞ്ഞ തവണ അയാളോടെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തതാണ്, പക്ഷേ വീണ്ടും വീണ്ടും അയാളെ വിളിച്ച് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രൊസീജിയറും എലിജിബിലിറ്റിയും എല്ലാം ചോദിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വന്ന് കണ്ടത്. അതാരാണെന്ന് അയാൾ പറഞ്ഞില്ല, പക്ഷേ അയാൾ ഗാർഡിയൻ ആണെന്ന് പറഞ്ഞു. അതൊരു മിഡിൽ ഏജ്ഡ് മാനാ. അങ്ങനെ അവൾ വീട്ടിൽ തിരിച്ചു പോവാണ്. അപ്പൂപ്പൻ വൂജുവിനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നിങ്ങളെന്താ വൂജുവിൻ്റെ കൂടെ എന്ന് അവൾ ചോദിക്കുമ്പോൾ അമ്മച്ചിക്ക് നടുവേദനയായിട്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ട് വന്നു എന്ന് അയാൾ പറയും. എനിക്ക് ഉള്ളിൽ വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാവോ? അങ്ങനെ ഉള്ളിൽ കയറി അവൾ വെള്ളം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ചേട്ടൻ്റെയും ചേച്ചിയുടെയും മുറിയിലേക്ക് നോക്കി നിന്നുകൊണ്ട് ഈ റൂം എന്താ ഉപയോഗിക്കുന്നില്ലെന്ന് ചോദിക്കും. ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവൾ ഓർക്കുന്നത് ഇൻഷുറൻസ് കമ്പനിയിലെ ആൾ പറഞ്ഞ കാര്യമാണ്. അതൊരു മിഡിൽ ഏജ്ഡ് മാനായിരുന്നു. അവൾ അയാളോട് നിങ്ങൾ എന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ എത്തിയെന്ന് പറഞ്ഞ് ടേഹുങ് വീട്ടിൽ വരും. ഹുൻജിൻ, നീ എന്താ ചോദിക്കാൻ വന്നത്? ടേഹുങ്ങും കൂടെ ഉള്ളതുകൊണ്ട് അവൾ ഇല്ല ഒന്നുമില്ല, നിങ്ങളുടെ വെള്ളം ഇതാന്ന് പറഞ്ഞ് കൊടുക്കും. ഇപ്പോൾ അടുത്ത സീനിൽ അയാൾ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക, ഇത്തവണ എന്തായാലും പണം കിട്ടുമെന്ന് പറയുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ ഹുൻജിനും ടെഹുങ്ങും തിരക്കിട്ട് ജോലിക്ക് പോകാൻ ഒരുങ്ങുവാണ്. അവർ കൊച്ചിനെ എടുത്ത് വേഗം ഓടും. അങ്ങനെ അവർ ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുവാണ്. ബസ്സും വരും. അപ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് അയ്യോ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിരുന്നു എന്ന് ഓർമ്മ വരുന്നത്. നീ പോയിക്കോ, ഞാൻ വേഗം പോയി ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചോടി പോകും. ടേങ്ങും അവളെ നോക്കി നിൽക്കുമ്പോൾ ഡ്രൈവർ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇല്ലാന്ന് അവനും പറയും. ഇപ്പോൾ ആരോ ഒരാൾ അവരുടെ വീടിൻ്റെ പാസ്വേഡ് ഞെക്കി ഡോറ് തുറക്കും. നമ്മുടെ അപ്പൂപ്പനാണ്. അയാൾ എന്നിട്ട് റൂമിൽ കയറി അവിടെ മുഴുവൻ തപ്പുവാണ്. എല്ലാ സാധനവും വലിച്ചു വാരിയിട്ട് അയാൾ പരിശോധിക്കും. അയാൾക്ക് വേണ്ടത് അവിടെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അവസാനം അയാൾക്കത് കിട്ടും. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവരുടെ സിഗ്നേച്ചർ പോലുള്ള ഒരു സ്റ്റാമ്പ് ആയിരിക്കും അത്. അങ്ങനെ അയാൾ അതെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഹുഞ്ചിനോടി വീട്ടിലേക്ക് വരുന്നത്. അവൾ ചെന്ന് നോക്കുമ്പോൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ടാവും. വെറുതെ ഞാൻ പേടിച്ചെന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു പോകുമ്പോഴാണ് ഉള്ളിൽ റൂമിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. അതെന്താന്നോർത്ത് അവൾ പതിയെ പോയി റൂമിൻ്റെ വാതിൽ തുറക്കും. ഉള്ളിൽ അയാൾ ഒരു ചില്ലുകുപ്പി എടുത്ത് അവളെ എറിയാനായി ഓങ്ങി നിൽപ്പുണ്ടാവും. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും? അയാൾ ഇവളെ ഉപദ്രവിക്കുമോ? നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.